നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ഒരു ഷാർജക്കാരന്റെ കാർ കേടായി കിടപ്പുണ്ടായിരുന്നു ആശാനെ. അയാൾ എന്നോട് ചോദിച്ചു ഒരു മെക്കാനിക്കിനെ സംഘടിപ്പിച്ച് തരുമോന്ന്. വല്ലതും തടയുമല്ലോ എന്ന് കരുതി ഞാൻ ആളെ തിരക്കി ഇറങ്ങിയതാ. അയാൾ എന്നോട് പറഞ്ഞു ഒരുത്തൻ മെക്കാനിക്കിനെ സംഘടിപ്പിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് അരമണിക്കൂറായെന്നാ. ഒരുത്തനെ കിട്ടണ്ടേ ആശാനെ? ഇത് തന്നെ ബാറിൽ നിന്ന് ഇരുന്ന് കസേരയോടെ പൊക്കിക്കൊണ്ടുവന്നതാ. അല്ല ആശാൻ എങ്ങനെ അയാളെ പരിചയം? അയാൾ എന്നോടും ചോദിച്ചു കാർ നന്നാക്കി തരുമെന്ന്. അപ്പൊ ആശാനാണ് അയാളുടെ കാർ നന്നായി കൊടുത്തത്? ഏതാ എനിക്ക് കമല ചതിയാ. എവിടെയാടാ കേടായ കാറ്? അയ്യോ ഇപ്പൊ അത് തനിയെ ശരിയായി. അതിപ്പോ ഓടിപ്പോകുന്നത് കണ്ടില്ലേ? തനിയെ ശരിയായെന്നോ? കള്ളം പറയുന്നോടാ. നിന്നെ വിടില്ലടാ ഞാൻ. പറ്റിക്കുന്നോടാ എന്നെ. വാങ്ങി വെച്ച ബിയറിന്റെ മുന്നിൽ നിന്നാ നീ എന്നെ പൊക്കിക്കൊണ്ട് വന്നത്. മേശ്രി അത് അങ്ങനെ ഒരു കാറാ, തനിയെ ശരിയാവും. ആ ഷാർജയിലൊക്കെ അങ്ങനെയാ. എന്റെ അടുത്ത് നീ കള്ളം പറയരുത്. ശരിയാക്കി കളയുന്നേ. ഹലോ 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 മതി മതി. ഞാനാ കാറ് നന്നാക്കി കൊടുത്തേ. എവനാരാ? മെക്കാനിക്കോ? ഞാന് എനിക്ക് മുമ്പേ വേറൊരു മേസ്ത്രിയെ വിളിച്ച് കാറ് ശരിയാക്കിച്ചിട്ട് നീ എന്നെ വിളിച്ചോണ്ടൊന്ന് കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലടാ. ഞാനെന്താ നിന്റെ കളിപ്പിള്ളയാണെന്ന് വിചാരിച്ചോ? അതെ എന്റെ പൊന്നു സുഹൃത്തെ മതി, നിർത്ത്. അയാള് തന്നെ എന്റെ പാതിയുണ്ട്, അവനെ വിട്ടേക്ക്. മെനക്കെട്ടതിന്റെ കാശ് ഏതായാലും എനിക്ക് വേണം. 500 രൂപയെ. അപ്പൊ 1000 രൂപയാണ് അയാൾ തന്നേ. ഒരു മലങ്കോളാണെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? ബാക്കി കാശിങ് എടുക്കടാ. വിടടാ. എടാ നീ ആരുടെ കോളറെ പിടിച്ചെന്നറിയാമോ? എടാ അറിയാമോ? ഓ നീ ഇത്രയും ബിൽഡപ്പ് ചെയ്യാനേ ഇവ സത്യഭാമയുടെ മോനൊന്നും അല്ലല്ലോ. തല്ല് വാങ്ങിച്ചുകൂടാതെ മിണ്ടാതെ പോടാം. നോക്കുകൂലിയും വാങ്ങിച്ചിട്ട് വെറുതെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ. ആശാനെ ഏട്ടത്തിയമ്മ ഇപ്പൊ എവിടെ ആശാനെ? ഞാൻ പറഞ്ഞില്ലേ അവരമ്പലത്തിലുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് സാരമില്ലടാ. വാ ആശാനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല വിജയിനെ ഒന്നും പറയില്ല. അമ്മയെ ഞാനും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും കൂടി വരാം അമ്പലത്തിലേക്ക്. ഏട്ടത്തിയമ്മയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാം. അതല്ല അതൊന്നും ശരിയാവില്ല. പിന്നെ എന്നും അമ്പലത്തിൽ അന്നദാനപ്പുറം കിടന്നുറങ്ങാമെന്നാണോ? ഉറങ്ങായിരുന്നോ? പക്ഷെ നീ ഇപ്പൊ കേട്ടില്ലേ ഒരു വിശേഷണം? സത്യഭാമയുടെ മകൻ. അത് ചിലയിടത്തൊരു ബാധ്യതയാ, മറ്റു ചിലയിടത്തൊരു അലങ്കാരം. എങ്കിൽ അമ്മയുടെ കസ്റ്റഡിയിൽ ഒരു വീടുണ്ട് ആശാനെ. ആശാനെ ഏട്ടത്തി അങ്ങോട്ട് വാ. ആരും ശല്യത്തിന് വരില്ല. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. എടാ ഈ രാത്രിയിൽ നീ ഇപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടാവില്ല. നമുക്ക് നാളെ നോക്കാം. എന്നാ ഞാൻ ആശാനെ അമ്പലത്തിൽ കൊണ്ടുവിടാം. എടാ ഒന്നും വേണ്ട, നീ ഇപ്പൊ വീട്ടിലേക്കല്ലേ? അവിടെ ഇന്ദുമതിയമ്മയും വിജയനെയും തനിച്ചല്ലേ ഉള്ളൂ. എന്നാലും ആശാനെ തനിച്ചു വിട്ടിട്ട് ചില വഴികൾ നമ്മൾ ഒറ്റയ്ക്ക് നടന്നേ പറ്റൂ കമല. അതങ്ങനെയാ. നീ ചെല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ ആരോ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? ആളിപ്പോ വരും ചേട്ടാ. അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ ഇങ്ങനെ അധിക സമയം ഇരിക്കാൻ പറ്റില്ല. ഒന്ന് ഇറങ്ങി തരണം. ഈ രാത്രി ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ പറയുന്നത്. ചുമ്മാ മെനക്കെടുത്തരുത്. ഇങ്ങോട്ട് ഇറങ്ങുമ്പം രാത്രി ആവുമെന്ന് വിചാരിച്ചില്ലേ? ഞാനൊരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നോളാം. ശല്യം ഉണ്ടാക്കുന്നുണ്ടോന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. നേരം പുലരുമ്പം അമ്മയും കുഞ്ഞും അമ്പലക്കുളത്തിൽ മരിച്ചു കിടന്നാലേ ഞാൻ ആരോട് സമാനം പറയും? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? വലിയ അഭിനയൊന്നും വേണ്ട വച്ചേ. തല ചായ്ക്കാൻ കിടപ്പാടമോ ആശ്രയിക്കാൻ ബന്ധുക്കളോ ഉള്ളവരാരും രാത്രി ഇവിടെ വന്ന് കുത്തിയിരിക്കില്ല. എണീക്ക്. ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട്. ഒന്നും കേൾക്കാനില്ല, എണീക്കാനാ പറഞ്ഞത്. ചേട്ടാ പ്ലീസ് ഒന്നും. പെൺകുട്ടിയായോണ്ടാ ഞാൻ കൈവെക്കാത്തത്. പിന്നെ അത് വേറെ കേസാവും. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് നിർബന്ധിപ്പിക്കരുത്. ചേട്ടാ രാത്രി നേരത്തെ കുഞ്ഞിനെ കൊണ്ട്
കൂട്ടിനാരുമില്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ ചേട്ടാ? അതൊന്നും എനിക്കറിയണ്ട. കാശ് കൊടുത്തിട്ട് ലോഡ്ജിലോ ഹോട്ടലിലോ എവിടാന്ന് വെച്ചാ റൂം എടുക്ക്. എന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യേ. ബാക്കിയുള്ളവന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞാ പ്ലീസ്. ചേട്ടാ പ്ലീസ്. കൊച്ചു സമ്മതിക്കത്തില്ല അല്ലേ? ചേട്ടാ മോളെ കൈ വിട് ചേട്ടാ. മര്യാദക്ക് വാങ്ങിക്കും. ചേട്ടാ ചേട്ടാ വിട്. വരാനല്ലേ പറഞ്ഞേ? മോളെ വിട്. അങ്ങോട്ട് പോവാൻ. ശാലിനി. ഓ, വിഷ്ണുട്ടാ. അയ്യോ വിഷ്ണുട്ടാ. വിഷ്ണുവിന്റെ പെണ്ണിന്റെ മേനോടോ കൈ വെക്കുന്നേ? വിഷ്ണുട്ടാ. എന്റെ പൊന്നാശാനെ ക്ഷമിക്കണം. ആശാന്റെ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ആളാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നീ പെണ്ണിനോട് ഇങ്ങനെയാണോ വിഷ്ണുട്ടാ വേണ്ട. വിഷ്ണുട്ടാ അയാൾ അയാളുടെ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നേ. സ്വന്തം വീട്ടുകാരിന്ന് കിട്ടാത്ത കനിവ് എങ്ങനെയാ വിഷ്ണുട്ടാ മറ്റുള്ളവരെന്ന് പ്രതീക്ഷിക്കുക? ക്ഷമിക്കണം ആശാനെ. ഇത് മനസ്സിൽ വെച്ചോണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ ആശാനെ. വിഷ്ണു ഇപ്പൊ ഒരുപാട് മാറിയിരിക്കുക. അല്ലെങ്കിൽ ഇയാള് രണ്ടു കാലിലും നിവർന്ന് നിൽക്കില്ലായിരുന്നു. ശാലിനി, മോൾക്കൊന്നും പറ്റില്ലല്ലോ? കുഴപ്പമില്ല. അവളൊന്ന് പേടിച്ചെന്ന് തോന്നുന്നു. വിഷ്ണുട്ട പാല് കിട്ടിയോ? കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. ഓ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. വിഷ്ണുട്ട മോളെ ഇങ്ങത്താ. ഓ അമ്മയുടെ മോളെവിടെ? ദാ വാങ്ങിച്ചിട്ട് പാല്. ചേടാ എടോ സോറിടോ, അല്പം ലേറ്റ് ആയി പോയി. സാരമില്ല വിഷ്ണുട്ടാ. വിഷ്ണുട്ടാ ഇനി നമ്മൾ എങ്ങോട്ടാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ ആൽബം വാങ്ങാതെ പോന്നപ്പോ അത് ഇവിടുത്തെ അഡ്രസ്സിൽ ചന്ദ്രമാമ കൊറിയർ ചെയ്തിരിക്കുക. ഇന്നലെ ചന്ദ്രമാമ എന്നെ വിളിച്ചു പറഞ്ഞു. ചതിച്ചോ? ഏത് കൊറിയറിലാണ് അയച്ചിരിക്കുന്നത്? നീ ചോദിച്ചോ? കൊറിയർ ചെയ്തത് മറ്റൊരാളാ. ചന്ദ്രമാമയ്ക്ക് ഏത് കൊറിയറാന്ന് പോലും അറിയില്ല. കൊറിയർ ഇവിടുത്തെ ഓഫീസിലെത്തിയ ഉറപ്പായി ലൊക്കേഷൻ അറിയാൻ അവര് വിളിക്കും. നിന്റെ ഫോൺ നമ്പറല്ലേ അതിൽ വെച്ചിട്ടുള്ളത്? നീ അവരോട് പറയണം ഓഫീസിൽ വന്ന് വാങ്ങിച്ചോളാന്ന്. ഉടൻ നീ എന്നെ വിവരം അറിയിച്ചാ മതി. ഞാനൊരു സ്റ്റാഫിനെ വിട്ട് ആൽബം വാങ്ങിച്ചോളാം. അവര് വിളിക്കുന്നത് എന്റെ നമ്പറിലാണോ ചേച്ചിയുടെ നമ്പറിലാണോ എന്ന് ദൈവത്തിനെ അറിയൂ. എന്നെ വിളിച്ചാൽ കിട്ടില്ലെങ്കിലും ഒന്ന് കരുതി ചേച്ചിയുടെ നമ്പറും വെച്ചിട്ടുണ്ട്. സ്വാതിയുടെ നമ്പർ അയാൾക്ക് എങ്ങനെ അറിയാം? ശ്രീജയെടുത്ത് ഇവിടെ വന്നപ്പോ വാങ്ങിക്കാണും. അത് ചന്ദ്രമാമയ്ക്കും പറഞ്ഞു കൊടുത്തു. സ്വാതി അവര് വിളിക്കാനുള്ള സാധ്യത 10% ഉള്ളൂ. ആദ്യത്തെ നമ്പർ നിന്റേതാണെങ്കിൽ അതിലായിരിക്കും അവര് വിളിക്കുക. ഇന്ന് ഫോൺ എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം. റൂമിൽ വെച്ച് മറന്നു പോവല്ലേ. ഇനി സ്വാതി അവര് വിളിച്ചാലും അതിനുള്ളിൽ എന്താണെന്ന് അവൾക്കറിയില്ല. നിനക്കാരോ എന്തോ അയച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി അവള് വന്ന് പറയും. അത് ആ നിമിഷം തന്നെ നീ എന്നെ അറിയിക്കണം. 10 മണിക്കും 12 മണിക്കും ഇടയിലാവും വിളി വരുന്നത്. നീ സ്വാതിയെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം. ദേ ഒരു ബോംബാ വരാൻ പോകുന്നത്. നീ ടെൻഷൻ ആവണ്ട. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഓഫീസിൽ പോയിട്ട് ഈ സിറ്റിയിൽ അറിയാവുന്ന കൊറിയർ സർവീസുമായി കോണ്ടാക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തോളാം. ചിലപ്പോ ഇന്ന് ഇവിടെ എത്തിയില്ലെന്നും വരും. നീ ചെല്ല്. നിക്ക്. നീ നിന്റെ സഹോദരനെ രക്ഷിക്കാൻ 10 ലക്ഷം രൂപ വാങ്ങിയല്ലോ. അത് എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണ്ടേ? ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ബാങ്കിൽ വന്ന് അതുപോലെ ചെയ്യാം. അല്ല, നിന്റെ ആ ബ്രദറിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാ? വല്ല ചേഞ്ചും വന്നിട്ടുണ്ടോ?
എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ ആ ആങ്ങള ഭക്തിമാർഗം സ്വീകരിച്ച് ക്ഷേത്രത്തിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. പെരുവണ്ണാപുരം ദേവീക്ഷേത്രത്തിലും എത്തിയിട്ടുണ്ട്. 10 ലക്ഷം രൂപയും തന്ന് നിന്നെ വിടാൻ, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഞ്ജയ് പണിക്കർ മണ്ടനാണെന്ന് കരുതിയോ? നിന്റെ പിന്നാലെ ഞാനുണ്ടായിരുന്നു. പണം കൊടുത്ത് നീ അയാളെ റിലീസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടെ മറഞ്ഞു നിന്ന് ഞാൻ കണ്ടതാ. നിങ്ങൾ പോയതിനു ശേഷം ഞാൻ അവരെ കാര്യമായി ഒന്ന് പരിചയപ്പെടുകയും ചെയ്തു. ഒരു ദേഷ്യം ദിനേശ്വരനോട് തോന്നല്ലേ? ഇവിടെ ആരോടും പറയണ്ട. ഞാൻ കാത്തിരിക്കുക. അയാൾക്കൊരു മാറ്റം വന്നെങ്കിൽ ഞാനത് ക്ഷമിക്കും. എനിക്കും എന്റെ കുടുംബത്തിനും ചെയ്ത നല്ല കാര്യമായി നിന്നോടുള്ള കടപ്പാട് കൂടും. അതല്ല, അയാൾ പഴയ വഴിക്കാണെങ്കിൽ പിന്നെ ആ വൃത്തികെട്ടവൻ ഈ വീട്ടിലുണ്ടാവില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തുറന്നടിച്ചിട്ടേ പടിക്ക് പുറത്താക്കൂ. നീ ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കറിയണം അവൻ ആരാണെന്ന്. അതിനുവേണ്ടിയാ ഞാൻ ഈ ഓട്ടോക്ക് ഓടുന്നത്. വലിയ പ്രശ്നങ്ങളിലേക്ക് നീ പോകുന്നത്. മോളെ, നീ അത് വിട്ടേക്ക് ശ്രീകുട്ടി. നിന്റെ അമ്മയെ പറയുന്നത്. നീ പോകരുത് ശ്രീകുട്ടി. ഞാൻ അവളറിയാതെ കൊറിയർ ഓഫീസിൽ പോയി അത് കൈയോടെ വാങ്ങാൻ പോവാ. മാന്യമായൊരു കുടുംബജീവിതമാണ് അവന്റേതെങ്കിൽ ശ്രീകുട്ടി, നീ പലരുടെയും ജീവിതം നശിപ്പിച്ചു കളയാനാണ് നോക്കുന്നത്. ദേവി എന്റെ കയ്യിൽ കൊണ്ട് തന്നതാ ആ വിവാഹ ആൽബം. ഞാനത് വേണ്ടെന്ന് വെക്കില്ല. ലക്ഷ്മിയുടെ കോളാണല്ലോ. എന്താ ലക്ഷ്മി, കൊറിയർ വന്നോ? കൊറിയർ എന്ന് വിളിച്ചത് ചേച്ചിയുടെ ഫോണിലേക്കാ. എന്നിട്ട് ചേച്ചി കൊറിയർ വാങ്ങാൻ പോയിട്ടുണ്ട്. ഏത് കൊറിയറാണെന്ന് നിനക്ക് മനസ്സിലായോ? കൊറിയറിൽ എന്താന്ന് അവൾക്ക് അറിയില്ലല്ലോ. ചേച്ചി അത് അറിഞ്ഞു കഴിഞ്ഞു. കൊറിയറിന്റെ ഉള്ളിൽ എന്താണെന്ന് അവൾ എങ്ങനെ അറിയാനാ? അത് നിന്റെ തോന്നലാണ് ലക്ഷ്മി. നീ ആവശ്യമില്ലാതെ ടെൻഷൻ ആവരുത്. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എനിക്ക് തോന്നുന്നത് ശ്രീജേടത്തി ചേച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാ. ചേച്ചി അവൻ കൊറിയറിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. ഇനി എനിക്ക് വീട്ടിൽ നിൽക്കാനാവില്ല. ലക്ഷ്മി, നീ അവിവേകൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയാൻ തോന്നുന്നേ? നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഒരു നാട് കാണുന്ന പറഞ്ഞ് രക്ഷപ്പെടാന്നാണോ? എങ്കിൽ എനിക്ക് അങ്ങനെയല്ല. ഞാനൊരു പെണ്ണാണ്. ഈ വീട്ടിലുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാനൊരു വഞ്ചികയായി നിന്നു കൊടുക്കണോ? ചേച്ചിയുടെ പ്രതികരണം എന്തായിരിക്കും നിങ്ങൾ ഓർത്തോ?
എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ലക്ഷ്മി ലക്ഷ്മി നീ നീ ഫോൺ വെക്കരുത്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വാ. ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി. ഉടനെ ഞാൻ അവിടെ എത്തും. ദേ, എന്റെ അനുവാദം ഇല്ലാതെ നീ പോയാ ഈ ജന്മം ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബിബിനെ, നീ മൂർത്തി സാറിന്റെ ഓഫീസ് വരെ ഒന്ന് പോണം. കുറച്ച് ക്യാഷ് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാനാ. വിപിനെ ഞാൻ വേറൊരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിച്ചിരിക്കാം. ക്യാഷ് കൊടുക്കാൻ അങ്കിള് തന്നെ പോയാ മതി. അങ്കിളാ? പിന്നെ സംസാരിക്കാം. പല്ലവി, വിപിന്റെ കൂടെ ചെല്ല. ഇത്ര ഗമ പാടില്ല ചേച്ചി. ഇനി നിന്നെ കാണാൻ ഒരിക്കലും ഞാൻ വരില്ല, ഉറപ്പാ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയാണെന്ന വീട്ടിലുള്ളവരുടെ വിചാരം. ഞാൻ വെറും ജോലിക്കാരിയാണെന്ന് അറിഞ്ഞ അമ്മയ്ക്കും മുത്തച്ഛനൊക്കെ വിഷമാവും. അവരൊക്കെ അറിയാതിരിക്കാനാ ഞാൻ ഈ വേഷം കെട്ടിയത്. അമ്മയും വിശാൽ സാറും പ്രതാപൻ സാറും എല്ലാരും എന്നോട് ക്ഷമിക്കണം. നീ സ്ട്രോങ് ആയി നിന്നപ്പോ ആരുടെ ഒച്ച പൊങ്ങിയില്ലല്ലോ. എന്താ അതിന്റെ അർത്ഥം? നീ താന്നു കൊടുത്തതുകൊണ്ടാ എല്ലാവരും നിന്റെ തലയിൽ കയറി നിൽക്കുന്നത്. നീയായിട്ട് മാറ്. എല്ലാരെയും നിലയ്ക്ക് നിർത്താൻ നിനക്ക് കഴിയും. എനിക്ക് ആരെയും നിലയ്ക്ക് നിർത്തണ്ട. എല്ലാവരുടെയും മുമ്പിൽ തോറ്റു കൊടുക്കാനേ എനിക്കറിയൂ. നിക്കടി അവിടെ. ഞങ്ങളുടെയൊക്കെ മുമ്പില് നീ കൊച്ചമ്മ കളിച്ചു അല്ലേ? അതിനുള്ള കൂലി വാങ്ങിച്ചിട്ട് നീ പോയാ മതി. വിശാലേ, വിശാൽ, എന്ത് തെറ്റിന് അമ്മ ഇവളെ തല്ലാൻ നോക്കിയത്? ഇവളിവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നീയും കണ്ടോണ്ട് നിന്നതല്ലേ? ഇവളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറിയന്. അറിയോ അമ്മയ്ക്ക്? എങ്ങനെ അറിയാനാടാ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും വേണ്ടേ? കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിനെ മരുമകളാക്കുന്നതിന് പകരം അടുക്കളക്കാരിയാക്കി അവിടേക്ക് നടതള്ളിയില്ലേ ഇവള്? അങ്ങനെ ചെയ്ത കാര്യം ആൾക്കാരറിയുന്നത് വലിയ അഭിമാനമായിട്ടാ ഇവള് കണക്കാക്കിയിരുന്നത്. എന്റെ മോള് അങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിലേ അതായിരിക്കും സംഭവിക്കുക. അറിയോ നിനക്ക്? ഈ വീട്ടിലെ മരുമകൾ ആരാന്ന് അറിയോന്ന് നീ പല്ലവിയോട് ചോദിച്ചില്ലേ? അവള് പോയി. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം. നിന്റെ കഴുത്തിൽ എന്റെ താലി വീഴുന്നത് വരെ ഈ പാർവതി തന്നെയാ ഈ വീട്ടിലെ മരുമോൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ഭാര്യയും ഭർത്താവിന്റെ വിവാഹം നടത്തി കൊടുക്കില്ലല്ലോ. നിന്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകാരന്റെ സ്ഥാനമേ ഉള്ളൂ. അതുപോലും ഉണ്ടോന്ന് സംശയം. എനിക്ക് വിശാൽ സാർ ആരാണെന്ന് എനിക്കും എന്റെ ഉദയനൊരമ്മയ്ക്കും അറിയാം. നീയും നിന്റെ ദേവിയും മാത്രം അറിഞ്ഞാ പോരല്ലോ, എനിക്കും അറിയണം. നിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കും അറിയണം. വിശാൽ സാറ് പറയാ, കൂട്ടുകാരനല്ല. കൂട്ടുകാരനെ സാറേന്നൊന്നും വിളിക്കില്ല. ശമ്പളം തരുന്ന മുതലാളിയുമല്ല. കാരണം ഒരു ജോലിക്കാരിയും മുതലാളിയുടെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കില്ല. ഭർത്താവുമല്ല.
കാരണം ഒരു ഭാര്യയും ഭർത്താവിന്റെ കല്യാണത്തിന് വേണ്ടി താലി പണിയിപ്പിക്കില്ല. നിന്റെ ജീവിതത്തിൽ എന്താ എന്റെ സ്ഥാനമെന്ന് എനിക്കറിയണം. ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ സ്ഥാനമുണ്ട് വിശാൽ സാറിന് എന്റെ ജീവിതത്തിൽ. ആ സ്ഥാനത്തിന് ഒരു പേര് നിർബന്ധമാണ് എനിക്ക്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ പറയും, എന്റെ ദൈവം. അരവിന്ദൻ സാറിന്റെ അനിയത്തിയുടെ ശ്രാദ്ധം ഇന്ന്. അരവിന്ദൻ സാറ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്കൊരു സാരി അയച്ചു തന്നിട്ടുണ്ട്. മരിച്ചുപോയ അനിയത്തിയുടെ സ്ഥാനത്താ സാർ എന്നെ കാണുന്നത്. അതുകൊണ്ടാ സാരിയൊക്കെ അയച്ചു തന്നെ. ഞാൻ ചെന്നില്ലെങ്കിൽ സാറിനത് വിഷമാവും. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. അതിന് എന്റെ പെർമിഷൻ വേണോ നിനക്ക്? വേണം. വിശാൽ സാറ് അരുതെന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല, എന്റെ മരണം വരെ. അതിന് അയാളുടെ വീടറിയോ നിനക്ക്? ആ, സാരിയുടെ കൂടെ ഒരു എഴുത്തുണ്ടായിരുന്നു. അതില് വിലാസം എഴുതിയിട്ടുണ്ട്. അതല്ല, ആ വിലാസമൊക്കെ തപ്പിപ്പിടിച്ച് നീ ഒറ്റയ്ക്ക് പോവോ? എന്റെ കൂടെ വരാൻ ആരുമില്ലല്ലോ. നീ പോയി റെഡിയാവ, ഞാൻ വരാം. സാറ് എന്റെ കൂടെ? അത് വേണ്ട. ഇനി സാറ് എന്റെ കൂടെ വരാൻ പാടില്ല. അതെന്താ? ഭാര്യയാവാൻ പോകുന്ന കുട്ടിക്ക് അതിഷ്ടാവില്ല. എന്റെ കൂടെ വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഒരു പക്ഷേയില്ല. നീ പോയി റെഡിയാവ, വേഗം ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ അരുന്ധതിയും മകള് വിസ്മയും ഈ രണ്ട് ഫ്രോഡുകളും ചേർന്ന് ശ്യാമയെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുക. ട്രാപ്പോ? അതെ, വിസ്മയ പാട്ടുകാരിയല്ല. അവൾക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാ. അവളെ ആ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കണം. രക്ഷിച്ചേ പറ്റൂ. നിനക്കെന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. എടാ, ഇത് ശ്യാമയുടെ അപാരമായ കഴിവിലുള്ള അമ്പരപ്പും അത്ഭുതവും കൊണ്ടാണ്. എനിക്ക് നീ പറഞ്ഞ കാര്യത്തില് നേരത്തെ സംശയമുണ്ടായിരുന്നു. കാരണം ശ്യാമയുടെ അച്ഛനും സഹോദരനൊക്കെ സംഗീതജ്ഞരാ. പിന്നെ ശ്യാമയ്ക്ക് എന്തുകൊണ്ട് സംഗീതവാസന കിട്ടിയില്ലെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. നീ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കാം. പക്ഷെ നേരിൽ കാണാതെ ഇക്കാര്യം ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണം. ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി മറഞ്ഞു നിന്ന് പാടുന്ന കണ്ടപ്പോ ഞാൻ വാസ്തവത്തിൽ സ്തംഭിച്ചു പോയി. അതാ അതിന്റെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്തത്. നീ പറഞ്ഞത് 100% സത്യമായിരിക്കാം. എനിക്കും സംശയമുണ്ട്. പക്ഷെ ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് എനിക്ക് നേരിട്ട് കാണണം. എന്നിട്ട് ഞാൻ വിശ്വസിക്കൂ. അഖിൽ, നീ വറീഡ് ആവാതെ ശ്യാമയുടെ ദൈവമായ കൃഷ്ണൻ തന്നെ എനിക്കത് നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കി തരും. ഇതാ ഫ്രോഡാ. ആര്? ഗാനഭൂഷണം GS അരുന്ധതി. ഇവർക്ക് ഞാൻ കൊടുക്കുന്ന പാര പാൽപ്പായസത്തിലല്ല, നല്ല ഒന്നാന്തരം ഗുലാബ് ജാമുലായിരിക്കും. നീ നോക്കിക്കോ.
എന്റെ പെർഫോമൻസ് നീ ശ്രദ്ധിച്ചോണേ. ഹായ് മമ്മി. മോനെ വിവേക്, കല്യാണ തീയതിയും മുഹൂർത്തവും കുറിപ്പിച്ചു. ഓ വെരി ഗുഡ്. എന്നാണ്? ഒക്ടോബർ 10. ഓ കൊള്ളാലോ. ഇൻവിറ്റേഷൻസ് അടിക്കണം. അതിന് മോന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പേരുകളും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ മെസ്സേജ് ആയിട്ട് അയക്കണം. അയക്കാം മമ്മി. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം. ഏത് മണ്ഡപം വേണം മോനെ? ഡാഫോഡിൽ ഇന്റർനാഷണൽ തന്നെ ആയിക്കോട്ടെ. അയ്യോ, അതിന് എത്ര ലക്ഷം രൂപയാ റെന്റ്? അത് മോൻ അറിയാമോ? അതൊക്കെ അറിയാം, പക്ഷെ അത് തന്നെ വേണമെന്നാ എന്റെ ഡാഡിയുടെ ഒപ്പീനിയൻ. ആ എന്നാ ആയിക്കോട്ടെ. എല്ലാം വളരെ റോയൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഡാഡിയും മമ്മിയും മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല. അതിന് കുഴപ്പമില്ല. കോടികൾ മുടക്കിയാലും എനിക്ക് പ്രശ്നമില്ല. അതെ, എനിക്ക് ഒറ്റ മോളല്ലേ. അപ്പൊ ശരി മമ്മി. എന്നെ അക്ഷരം പ്രതി വഞ്ചിക്കാൻ ശ്രമിച്ചതിനും നിന്റെ ശ്യാമെ ട്രാപ്പിൽ പെടുത്തിയതിനും ഞാൻ ഇഞ്ചിഞ്ചായി അവരോട് പകരം ചോദിക്കും. നീ കണ്ടോ? അപ്പൊ ശരിടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാം ആന്റിക്ക് പാടാൻ അറിയാവോ? പാടാനോ? എനിക്കോ? എനിക്ക് പാടാനൊന്നും അറിയില്ലല്ലോ. നിന്നോട് ആരാ പറഞ്ഞ ശ്യാമാന്റി പാടൂന്ന്? അല്ല, ആരും പറഞ്ഞല്ല. അനക്കുട്ടിക്ക് തോന്നി ശ്യാം ആന്റി പാടൂന്ന്. ഞാനൊന്നും പാടില്ല. പാട്ടറിയാത്തവരൊക്കെ പാടുന്നുണ്ടല്ലോ. എന്റെ ശ്യാം ആന്റി അനക്കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരണം. മോളെ, ഈ പാടാൻ അറിയാൻ മേലാത്തൊരു പാടിയാലേ കേൾക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അനക്കുട്ടിക്ക് ഇഷ്ടപ്പെടും. ശ്യാം ആന്റി പാടണം. അനക്കുട്ടിക്ക് ശ്യാമാന്റി ഒരു കഥ പറഞ്ഞുതരാം. എന്താ കഥ? ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയോ കഥ പറഞ്ഞുതരാം. അതൊന്നും വേണ്ട. എങ്കിൽ കുറുക്കന്റെ മുയലിന്റെ കഥ പറഞ്ഞുതരാം. അതും വേണ്ട. എനിക്ക് ശ്യാം ആന്റിയുടെ ഒരു പാട്ട് കേട്ടാ മതി. ശ്യാം ആന്റി പാടിയേ പറ്റൂ. ദേ, ശ്യാം ആന്റി പാടിയില്ലെങ്കിലേ ഞാൻ ശ്യാം ആന്റിയുടെ അടുത്ത് മിണ്ടൂല, പിണക്കോ. ശരി, പാടാൻ പറ്റുമോന്ന് ശ്യാമാന്റി ഒന്ന് നോക്കട്ടെ. അഖി, എന്തിനാ ഇവിടെ പരിങ്ങി നിൽക്കുന്നത്? ചോദിച്ചത് കേട്ടല്ലേ, എന്തിനാ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേന്ന്? അതൊക്കെ ഈടത്തെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഞാനെന്താ ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ചത്? സ്വന്തം റൂമിന്റെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ഒന്ന് ചോദിച്ചു പോയി. അതാണോ ആവശ്യമില്ലാത്ത കാര്യം? എന്താ ശബ്ദം കേൾക്കണേ? എന്താ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ, എന്താ? അല്ല, ഐശ്വര്യടുത്ത് എന്തിനാ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നേ? അയ്യോ, ഞാൻ നിന്റെ രഹസ്യമൊന്നും കണ്ടുപിടിക്കാൻ വന്നതല്ല.
ഞാൻ കേറി വരുമ്പോ ഈ മുറിക്ക് പുറത്ത് നിന്റെ ഭർത്താവ് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടു. അത് കണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയി. അതിനാ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത്. ഏടത്തിയോട് എന്ത് പറഞ്ഞാലും അത് അവസാനം വഴക്കിലേ തീരൂ. വാച്ചാമേ, അനുമോളെ, മോൾ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ. ശമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, വിഷമിക്കാതെ വാ, വന്നേ കിടക്കാം. അപർണേച്ചിയൊക്കെ വരാൻ വൈകും, ചിലപ്പോ നാളെയാകും. വന്നേ അമ്മേ. ഞാൻ വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ച് ചെല്ല്. ചെല്ല് മോളെ. അമ്മേ, ചെല്ലനല്ലേ പറഞ്ഞേ. ഒരുക്കങ്ങളെല്ലാം ആയില്ലേ? ഇനി എന്തിനാ പപ്പ നമ്മൾ കാത്തിരിക്കുന്നേ? ഫംഗ്ഷൻ തുടങ്ങാം. ഒരു അപ്രതീക്ഷിത അതിഥി കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടാവാം ആഘോഷങ്ങളുടെ തുടക്കം. അപ്രതീക്ഷിത അതിഥിയോ? അതാരാ? എന്തായാലും നിനക്ക് വളരെ സന്തോഷം തരുന്ന ഒരാളാ, അല്ലേ യാമിനി? ആണോ മമ്മി? ആവോ, പക്ഷേ എനിക്കത്ര സന്തോഷം തരുന്ന ആളൊന്നും അല്ല വരുന്നത്. എനിക്കും. എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഇപ്പൊ ഇവിടേക്ക് വരാൻ പോകുന്ന അപ്രതീക്ഷിത അതിഥി എന്റെ പ്രിയപ്പെട്ട ആന്റിയും എന്റെ പപ്പയുടെ കുഞ്ഞനിയത്തിയും എന്റെ മമ്മിയുടെ നാത്തൂനും അച്ഛമ്മയുടെ മകളുമായ ഡോക്ടർ മഹിമ ഫ്രം USA ആയിരിക്കും. എന്റെ മോൾക്ക് തെറ്റിയില്ല, അത് തന്നെയാണ്. വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. മഹിമ ഇപ്പൊ എത്തും. വാ ബാലു. എത്ര നാളായി. Oh my God, I can't believe this. എന്തായാലും കൺഗ്രാറ്റുലേഷൻ. ചേട്ടാ, അമ്മേ സുഖായിരിക്കുന്നോ? യാമിനി, മഹിമാന്റി ഞങ്ങളൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. ഈ ദിവസം വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ വലിയ CEO ആയി എന്നെ ഞെട്ടിച്ചില്ലേ? അപ്പൊ അങ്ങോട്ട് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇതാണ് ബാലു. ഹായ്. അപ്പൊ ഇതാണ് കഥാനായകൻ അല്ലെ? കൺഗ്രാറ്റ്സ് മോളെ. CEO ആയതിനല്ല, ബാലുവിനെ പോലെയുള്ള ഒരു പയ്യനെ കിട്ടിയതിന്. ബാലുവിന്റെ ക്യാരക്ടറിനെ കുറിച്ച് അപ്പു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബാലുവിനും അഭിനന്ദനം, അപ്പുവിനെ ഭാര്യയായി കിട്ടിയതില്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി ഫംഗ്ഷൻ തുടങ്ങാം. വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.